വെൽക്കം ടു ടേസ്റ്റി ക്വീൻസ്. ഞാനിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരാണ്. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും, പല രീതിയിലായിരിക്കും അല്ലേ. ഇത് ഞാൻ മൈദ വെച്ചിട്ട് മൈദയും കുറച്ച് റവയും കൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂണ് റവ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്തിടണമെങ്കിൽ തേങ്ങാക്കൊത്തിടാം കേട്ടോ. അപ്പോൾ ഇത് ബ്രൗൺ കളറിലായിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ചേർത്തു. പിന്നീട് നമുക്ക് അടുത്തത് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഞാൻ ശർക്കര 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 3 അച്ച് ശർക്കര കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി പാനിയാക്കി അത് അരിച്ച് നമുക്ക് അതിനാവശ്യം മാവ് ഒഴിച്ച മിക്സ് ആവാനുള്ളത് അത്ര ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചത് കൂടെ ചേർക്കാം. ഏലക്ക ചേർത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇനി ചേർക്കേണ്ടത് എള്ളാണ്, കറുത്ത എള്ള്. അപ്പോൾ അതും കുറച്ച് ചേർത്തിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് ഒരുമിച്ചങ്ങ് യോജിപ്പിക്കണം. ഈ പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇതാണ് കറക്റ്റ് അതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ പരുവത്തിനുള്ളത്. പിന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂണ് മാവ് ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അധിക സമയമൊന്നും വേണ്ട. ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്താ സ്നാക്സ് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ വീണ്ടും ഇനി ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ടേസ്റ്റി ക്വീൻസിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.